എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കുക നിന്റെ അച്ഛൻ ദേവനാരായണൻ. എന്നെ കൊന്നാലും ഞാൻ ഫോൺ എടുക്കില്ല. മുത്തശ്ശി, ഫോൺ എടുക്കാതിരിക്കുന്നത് അപകടമാ. എന്ത് അപകടം? എടി, നമ്മൾ ഈ ആശുപത്രി രഹസ്യമായിട്ടാ കിടക്കുന്നേ. അത് നിന്റെ അച്ഛൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? മണ്ടത്തരം പറയല്ലേ മുത്തശ്ശി. നമ്മൾ ഈ ആശുപത്രിയിലേക്ക് വന്നതേ കോടതിയിൽ നിന്നാ. കോടതിയിൽ അതിനുള്ള കൃത്യമായ തെളിവുകളും ഉണ്ട്. അതുവഴി അന്വേഷിച്ച അച്ഛനും അമ്മയൊക്കെ കൃത്യമായി ഇങ്ങ് വന്ന് കയറും. അത് ശരിയാണല്ലോ. അത് ഒഴിവാക്കാൻ എന്താ ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. മുത്തശ്ശി ഫോൺ എടുക്കണം, എന്റെ കൂടെ ഉണ്ടെന്ന് പറയണം. പിന്നെ എനിക്ക് സുഖമാവുമ്പോ നമ്മൾ ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചെത്തിക്കോളാം, അതുവരെ അന്വേഷിച്ചിറങ്ങരുതെന്ന് പറയണം. അങ്ങനെ അഥവാ ഇറങ്ങിക്കഴിഞ്ഞാ നമ്മൾ നാട് വിട്ട് കളയൊന്നും പറയണം. പിന്നെ അച്ഛൻ ഒന്നിനും ശ്രമിക്കില്ല. എടുക്ക്. ഹലോ അമ്മേ, ഞാനാ. മനസ്സിലായി. അമ്മേ, നിങ്ങൾ എവിടെയാണെന്ന്? പ്രിയങ്ക അമ്മയുടെ കൂടെ ഉണ്ടോ? ഏത് പ്രിയങ്ക? അമ്മേ, നമ്മുടെ പ്രിയങ്ക മോളെ കുറിച്ചാ ഞാൻ ചോദിക്കുന്നത്. എടാ, നിന്റെ മോള് മരിച്ചു പോയില്ലേ? നീ അവൾക്ക് ബലിയിട്ടതല്ലേ? എവിടെയോ കിടന്ന ഒരു അനാഥയ്ക്ക് അവളുടെ ഭർത്താവിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലേ നീ? പിന്നെ നീ എന്തിനാടാ അവളെ അന്വേഷിക്കുന്നത്? അമ്മേ, ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്ക്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ടല്ലോ. അറിഞ്ഞോണ്ടല്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ പ്രിയങ്ക മോള് മരിച്ചിട്ടില്ല എന്ന് നിന്നോടും നിന്റെ ഭാര്യയോടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞില്ലേടാ? അന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചോ? പകരം നിങ്ങൾ എന്താ ചെയ്തത്? ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങി എന്നെ ഭ്രാന്തിന് ചികിത്സിച്ചു, കൂട്ടിയിട്ടു. അവളോട് മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിക്കല്ലേ നിനക്ക് വേണ്ടത്? ഞാനേ അവൾക്ക് ഫോൺ കൊടുക്കാം, നീ തന്നെ അങ്ങ് ചോദിച്ചോ. മോളെ പ്രിയങ്കേ, അച്ഛനാ മോളെ. എനിക്ക് അച്ഛനില്ലല്ലോ. നിങ്ങൾ ആരാ? മോളെ, അച്ഛനെ നീ മറന്നുപോയോ? അമ്മയെ നീ മറന്നുപോയോ മോളെ? എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾക്ക് വിഗ്രഹം വെക്കുന്ന പണിയാ. ഞങ്ങൾ പോട്ടെ. മോളെ, കേട്ടല്ലോടാ നിന്റെ മോളുടെ അവസ്ഥ എന്താണെന്ന്? എനിക്ക് മനസ്സിലായമ്മേ. അവളെ നമുക്ക് ഡോക്ടറെ കാണിക്കാം. എത്ര ചെലവുണ്ടെങ്കിലും ചികിത്സിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയങ്ക മോളെ തിരിച്ചു കൊണ്ടുവരണം. അവൾക്ക് വേണ്ട ചികിത്സയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവള് നേരെ ആവുമ്പോ അവളെ കൊണ്ട് ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് എത്തും. അല്ലാതെ നീ എന്നെയോ അവളെയോ തിരഞ്ഞിറങ്ങിയ ഞങ്ങളെ പിന്നെ നിങ്ങൾ ഒരിക്കലും കാണില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ അവളെയും കൊണ്ട് നാട് വിട്ടുകളയും. അമ്മേ, എടാ, ഇത്രയും കാലം തീരുമാനങ്ങളൊക്കെ നീയും നിന്റെ ഭാര്യയും കൂടെ എടുത്തില്ലേ ദേവാ? ഇനി തീരുമാനങ്ങള് ഞാൻ എടുത്തോളാം. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. അമ്മ പറഞ്ഞത് കാര്യമല്ലേ യശോദേ? അവള് ജീവിച്ചിരിക്കുന്നു അമ്മ പറഞ്ഞപ്പോഴും
അത് അമ്മയുടെ ഭ്രാന്തെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോ ഭ്രാന്തില്ലാത്ത അമ്മയെ നമ്മൾ എത്ര ഉപദ്രവിച്ചു. ചികിത്സക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയതും നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതും നമ്മുടെ മോളെ കണ്ടെത്താനായിരുന്നില്ലേ? ദേവേട്ട, അവള് ജീവിച്ചിരിക്കുന്നു എന്നതിനപ്പുറം നമുക്ക് എന്താ വേണ്ടത്? നമ്മള് കാരണം അവര് പുതിയൊരു തീരുമാനം എടുക്കാൻ പാടില്ല. വരട്ടെ, അമ്മ അവളെ പൊന്നുപോലെ നോക്കും, എന്നിട്ട് തിരിച്ചു വരും. സുബോധത്തിലെത്തിയ അവള് നമ്മുടെ മുമ്പിലേക്ക് തിരിച്ചു വരും. പക്ഷെ വന്ന അവള് ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, പ്രത്യേകിച്ച് വരുണിനെ കുറിച്ച്. അതിനെന്ത് മറുപടി ഉണ്ട് നമ്മുടെ കയ്യില്? ദേവേട്ട, ഇതൊന്നും നമ്മൾ കരുതിക്കൂട്ടി ചെയ്തതല്ല. കാലം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അതിനുള്ള മറുപടി ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോ നമുക്ക് നമ്മുടെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് അവക്ക് സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വല്ലാത്തൊരു യോഗ നമ്മുടേത്, മറ്റാർക്കും ഇല്ലാത്തൊരു യോഗം അല്ലേ യശോദേ?